നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. യമനിൽ വധശിക്ഷ കാത്തു കഴിയുകയാണ് നിമിഷപ്രിയ. 2017 യമൻ പൗരനായ തലാൽ അബ്ദു മഹദിയെ കൊന്നതിനാണ് കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചത്. കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബം ദയാധനം കൈപ്പറ്റി നിമിഷയ്ക്ക് മാപ്പ് നൽകാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതാണ് ഈ കേസിലെ ഏറ്റവും വലിയ സങ്കീർണത. മോചനദ്രവ്യം കൈപ്പറ്റാൻ മഹദിയുടെ കുടുംബം കോടതിയിൽ സമ്മതിച്ചാൽ മാത്രമാണ് അവർ ആവശ്യപ്പെടുന്ന പണം ന്യായമാണോ എന്ന് കോടതി പരിശോധിച്ച് നടപടികൾ എടുക്കുകയുള്ളൂ. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ നിമിഷപ്രിയ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടും. ഓരോ നിമിഷവും മരണശിക്ഷ കാത്തിരിക്കുന്ന നിമിഷപ്രിയയെ ഒന്ന് കാണുവാൻ 12 വർഷങ്ങൾക്ക് ശേഷം അമ്മയ്ക്ക് ഒരവസരമുണ്ടായി. വലിയ വൈകാരികത നിറഞ്ഞ നിമിഷങ്ങൾ. മകളെ കണ്ടതും എൻ്റെ കുട്ടിയെ എന്ന് വിളിച്ച് നിമിഷപ്രിയയെ കണ്ണീരിൽ കുതിർന്ന സ്നേഹ ആശ്ലേഷത്താൽ ചേർത്ത് നിർത്തി ആ മാതാവ്. സാഹചര്യങ്ങളാൽ സംഭവിച്ചു പോയതാണെങ്കിലും മകൾ മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു കൊലപാതകിയാണല്ലോ. പക്ഷേ പെറ്റ വയറിനെ നോവറിയൂ. അമ്മയ്ക്ക് സ്നേഹിക്കാൻ മാത്രമല്ലേ കഴിയൂ. സനായിലെ ജയിലിൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 5:30 വരെ മകൾ നിമിഷപ്രിയയ്ക്കൊപ്പം കഴിയാൻ അമ്മ പ്രേമകുമാരിയെ ജയിൽ അധികൃതർ അനുവദിച്ചു. വിരഹത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അതിലേറെ സങ്കടത്തിൻ്റെ മണിക്കൂറുകൾ. അവർ വാതോരാതെ സംസാരിച്ചു. മകളെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് മകളോട് ആ മാതാവ് ആശ്വാസം പങ്കുവച്ചു. അവർ ഒരുമിച്ച് ആഹാരം കഴിച്ചു. ഓരോ നിമിഷവും മരണത്തെ കണ്ടുകൊണ്ടാണ് തൻ്റെ ജീവിതയാത്രയെങ്കിലും അമ്മ വിഷമിക്കരുതെന്നും കാര്യങ്ങളെല്ലാം നേരെയാകും എന്ന് പറഞ്ഞ് നിമിഷപ്രിയ അമ്മയെ ആശ്വസിപ്പിച്ചു. പാലക്കാട് കൊല്ലക്കോട് നിവാസിയായ നിമിഷപ്രിയയുടെ വധശിക്ഷാ വിധിയിൽ എല്ലാ മലയാളികൾക്കും വലിയ ഉത്കണ്ഠയുണ്ട്. 34 കോടി രൂപ ദയാധനം നൽകി മലയാളത്തിൻ്റെ സ്നേഹ ഒരുമ നമുക്ക് മറക്കുവാൻ സമയമായിട്ടില്ല. പക്ഷേ നിമിഷപ്രിയയുടെ കാര്യത്തിൽ മോചനദ്രവ്യ തുക കുടുംബം ആവശ്യപ്പെടുമോ എന്ന് വ്യക്തമാക്കാത്തത് കൊണ്ടുള്ള വേവലാതിയാണ്. കൊല്ലപ്പെട്ട അബ്ദു മഹദിയുടെ കുടുംബം തങ്ങൾക്ക് പണം ആവശ്യമില്ലെന്നും പ്രതിക്ക് കോടതി വിധിച്ച വധശിക്ഷ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടാൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കും. ഏറെ ആശ്വാസം നൽകിയ ഈ അമ്മ മകൾ കണ്ടുമുട്ടലിന് അവസരമൊരുക്കിയ പ്രവാസ മനുഷ്യാവകാശ പ്രവർത്തകനായ സാമുവൽ ജെറോമിന് സ്നേഹ നമസ്കാരം. ഒപ്പം സനയിലെ ഇന്ത്യൻ പ്രതിനിധികളായ നഫി ദുഹ എന്നിവർ വഴിയാണ് ഈ കണ്ടുമുട്ടലിന് സാഹചര്യം ഒരുങ്ങിയത്. നിമിഷപ്രിയ അമ്മയെ കണ്ടതിന് ശേഷം രാത്രി 11 മണി കഴിഞ്ഞാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഈ സംഗമ വീഡിയോ പുറത്തുവിട്ടത്. കൊലപാതക കുറ്റത്തിനും മയക്കുമരുന്ന് കടത്തിനും മരണശിക്ഷ വിധിക്കുന്ന രാജ്യമാണ് യമൻ. നിമിഷപ്രിയയെ രക്ഷിക്കുവാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ ഇടപെട്ട് കുറെ കൂടി ഗൗരവമായി കാണേണ്ടതാണ്. ഇതോടൊപ്പം മോചനദ്രവ്യമായി എത്ര കോടി ചോദിച്ചാലും കേരളത്തിൽ നിന്നും അത് ലഭിക്കുമെന്ന് ഈ യമൻ പൗരൻ്റെ കുടുംബം അറിഞ്ഞാൽ ഏറ്റവും വലിയ തുക ആവശ്യപ്പെടുമോ എന്ന ഉത്കണ്ഠയും നിലനിൽക്കുന്നു. നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകട്ടെ എന്ന് നമുക്കും ആശിക്കാം. ന്യൂസ് ഡെസ്ക് ചാനൽ 91.